+1 സീറ്റ് കുറവിന്റെ പേരിൽ മലപ്പുറം ജില്ല പറഞ്ഞ് വികാരമുണ്ടാക്കുന്നത് ഗുണമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ജയിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ ക്ലാസ്സിലിരിക്കുന്നവരുടെ എണ്ണവും കൂടും. അതിനോട് യോജിച്ചു പോകാനേ തൽക്കാലം സാധിക്കൂ. കുട്ടികൾ കുറവുള്ള മധ്യ കേരളത്തിലെ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യില്ല. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സീറ്റ് ലഭ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ വർഷവും മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധിയാണ്. മലബാറിലെ 6 ജില്ലകളിലായി 10ാം ക്ലാസ് വിജയിച്ച 41,000 വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നൽകിയ അധിക ബാച്ചും അധിക സീറ്റും പരിഗണിച്ചതിന് ശേഷമാണ് ഈ കുറവ്. അതേസമയം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ SSLC പരീക്ഷ വിജയിച്ചവരുടെ എണ്ണം 79,730 ആണ്. അലോട്ട്മെന്റിന് പരിഗണിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണം 59,690 ആണ്. അതായത് മലപ്പുറത്ത് മാത്രം 20,040 സീറ്റുകളുടെ കുറവുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം മലപ്പുറം ജില്ലയിൽ 85 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും 88 എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളുമാണുള്ളത്. രണ്ടിലുമായി 839 ബാച്ചുകളും. അടിസ്ഥാനപരമായി ഒരു ബാച്ചിൽ 50 വിദ്യാർത്ഥികളാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയാകുമ്പോൾ 41,950 +1 സീറ്റുകളാണ് യഥാർത്ഥത്തിൽ പൊതുമേഖലയിൽ ജില്ലയിലുള്ളത്. ഈ വർഷം 10ാം ക്ലാസ് ജയിച്ചവരുടെ എണ്ണം 79,730 ആണ്. പൊതുമേഖലയിൽ നിലവിൽ 37,780 +1 സീറ്റുകളുടെ കുറവുണ്ടെന്നർത്ഥം. ജില്ലയിൽ VHSC സീറ്റുകൾ 2,790 ആണ്. ITI 1,124, പോളിടെക്നിക് 1,360. അതായത് +1 അല്ലാതെ പൊതുമേഖലയിലുള്ള പഠന സാധ്യതകൾ 5,274 ആണ്. അപ്പോഴും 32,506 സീറ്റുകളുടെ കുറവുണ്ടെന്നർത്ഥം. ഈ കുറവ് നികത്താൻ ആവശ്യമായ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരമാണ് കുറച്ചു വർഷങ്ങളായി സർക്കാർ ഹയർ സെക്കൻഡറിയിൽ ഓരോ ബാച്ചിലും 30%, എയ്ഡഡിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കുന്നത്. ഇത് 50 പേർ ഇരിക്കേണ്ട ഒരു ക്ലാസ്സിൽ 65 കുട്ടികൾ പഠിക്കേണ്ട സാഹചര്യമുണ്ടാക്കുന്നു. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ 30 മുതൽ 50 വരെ കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മലപ്പുറം അടക്കമുള്ള മലബാർ ജില്ലകളിൽ 65 പേർ തിക്കിഞ്ഞെരുങ്ങി പഠിക്കേണ്ടി വരുന്നത്. അനാവശ്യമായ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കൽ മാത്രമാണ് പരിഹാരമെന്ന് സർക്കാർ നിശ്ചയിച്ച കമ്മീഷൻ അടക്കം പറയുമ്പോഴും പ്രശ്നം മലബാറിൽ മാത്രമായതിനാൽ ഖജനാവിൽ സാമ്പത്തിക മാന്ദ്യമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.